ഹലോ, ഇന്ന് നമുക്ക് ഈ 2 യാൺസ് വെച്ചിട്ടേ ഒരു കുട്ടി ഫ്ലവർ ഉണ്ടാക്കിയെടുത്താലോ? ഈ ഒരു ഫ്ലവർ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ക്രോഷ്യ വെച്ച് ചെയ്തതിൽ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പഠിച്ച ഫ്ലവറും ഇതാണ് ട്ടോ. ആദ്യം തന്നെ ഞാൻ ക്രീമി യാണാണ് ട്ടോ എടുക്കുന്നത്. പിന്നെ അതുകൊണ്ട് മാജിക് റിംഗ് ഉണ്ടാക്കിയ ശേഷം ഒരു 12 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ യാണിന്റെ അറ്റം പിടിച്ച് വലിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്ലവറിന്റെ സെന്റർ പാർട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് യാൺ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ലോക്ക് ചെയ്ത ശേഷം പിന്നീട് നമുക്ക് ഫ്ലവേഴ്സിന്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ യാണാണ് എടുക്കുന്നത്. പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം 2 ചെയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഈ യാൺ 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയ ശേഷം വേണം ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലൂടെ ഇടുന്നത് ഒരു 3 പാർട്ടായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടിയിട്ട് അങ്ങനെ 3 പാർട്ടായിട്ട് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും 2 ചെയിൻ ചെയ്യണം. സംഭവം ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എനിക്കും ഇതൊക്കെ കണ്ടപ്പോൾ ആദ്യം ഒട്ടും മനസ്സിലായിട്ടുണ്ടായില്ല. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഈസി കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് പെറ്റൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ പെറ്റൽസ് ഒക്കെ ഉണ്ടാക്കിയ ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ അതിൻ്റെ യാൺസിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് നൂല് പൊന്തി നിൽക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ലൈറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്താൽ നല്ല ഫിനിഷിംഗ് കിട്ടും കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്.